ഇമ്രാൻ പ്രതാപ് റെഡ്ഡി എന്ന ഒരു MP പ്രസ്താവിച്ചിരിക്കുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഐൻസ്റ്റീനൊപ്പം ഓർമ്മിക്കപ്പെടും. പിന്നെയോ നമ്മുടെ നരേന്ദ്രമോദിജിയെ ജെഫ്രി എപ്സ്റ്റീനോടൊപ്പം ഓർമ്മിക്കപ്പെടും എന്നാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ നമുക്കറിയാം, ഐൻസ്റ്റീനെയും അറിയാം. ഐൻസ്റ്റീൻ്റെ 7 ഇലത്ത് പോലും എത്താനുള്ള യോഗ്യത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനില്ല. ഞെട്ടണ്ട, ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്ററായ വ്യക്തിയാണ്. കാരണം ഇദ്ദേഹത്തിനായിരുന്നില്ല ഞറുക്ക് വീണത്, വേറെ ആണുങ്ങളെയാണ് പ്രധാനമന്ത്രിയായിട്ട് കോൺഗ്രസ് പാർട്ടി വൻ ഭൂരിപക്ഷം തിരഞ്ഞെടുത്തത്. പക്ഷേ ഗാന്ധിജിയുടെ ഒരു പിടിവാശി കൊണ്ട് ഇദ്ദേഹം പ്രൈം മിനിസ്റ്ററായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹി ഹാസ് ബിക്കം ആൻ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ. ഇദ്ദേഹം അതിസുന്ദരിയായ ശ്രദ്ധാമാത എന്ന് പറയുന്നൊരു സംസ്കൃത പണ്ഡിതയെ കണ്ടുമുട്ടി. അവരുടെ സൗന്ദര്യത്തിൽ ഇദ്ദേഹം ആകൃഷ്ടനായി. സംസ്കൃതം പഠിക്കാനായിട്ട് അവരെ തൻ്റെ മന്ദിരത്തിലൊക്കെ ക്ഷണിച്ച് വരുത്തി പ്രണയിച്ച് അങ്ങ് ഗർഭിണിയാക്കി. പ്രധാനമന്ത്രിയല്ലയോ. അങ്ങനെ ഒരു കന്യാസ്ത്രീ മഠത്തിൽ ഈ ശ്രദ്ധാമാതാവിനെ താമസിപ്പിച്ചു. അവർ അവിടെ പ്രസവിച്ചു. പക്ഷേ ആ കുട്ടി വെളിച്ചം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സ്ത്രീയെ പ്രണയിച്ച് വഞ്ചിച്ച് കൊച്ചിനെ സമ്മാനിച്ച് ആ കുഞ്ഞിനെ വെളിച്ചം കാണാൻ അനുവദിക്കാത്ത പരമനാറിയും ദുഷ്ടനുമായ ഒരാളാണ് ഈ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നയാൾ. അദ്ദേഹത്തിനോടൊപ്പം ഐൻസ്റ്റീൻ ഓർമ്മിക്കപ്പെടും എന്ന് പറയുന്ന ഓർമ്മിക്കപ്പെടും എന്ന് പറയുന്ന ഇയാളല്ലേ ഇന്നത്തെ ഏറ്റവും നല്ല കിഴങ്ങൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നരേന്ദ്രമോദി എപ്സ്റ്റീനോടൊപ്പം ഓർമ്മിക്കപ്പെടുമെന്നാണ് പറയുന്നത്. എപ്സ്റ്റീൻ എന്ന് പറയുന്നയാൾ അദ്ദേഹം ഒരു കണക്ക് അധ്യാപകനായി ജോലി ആരംഭിച്ചു. ബാങ്കിങ് മേഖലയിൽ പോയി വൻ സമ്പന്നന്മാരുടെ കണക്കുകളൊക്കെ പരിശോധിക്കുക, ഓഡിറ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഇദ്ദേഹം അതിഭയങ്കരമായ ഒരു സമ്പന്നനായി മാറി. ഇതോടൊപ്പം ഇദ്ദേഹത്തിന് വേറൊരു സൂക്കേടുണ്ടായിരുന്നു, കൊച്ചുകുട്ടികളുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക എന്നുള്ളത്. അങ്ങനെ കൊച്ചുകുട്ടികളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഇദ്ദേഹം കേസിൽ പ്രതിയായി, അറസ്റ്റിലായി. അങ്ങനെ ജയിലിൽ കഴിയുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം ആത്മഹത്യ ചെയ്തു, മരണപ്പെട്ടു. ആത്മഹത്യ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അദ്ദേഹത്തിനോടൊപ്പം ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായ നരേന്ദ്രമോദിജിയെ ഓർമ്മിക്കപ്പെടുമെന്ന് പറഞ്ഞ ഈ പരനാറി കിഴങ്ങനെന്നല്ലാതെ അവനെ മറ്റെന്ത് വിളിക്കണം? പക്ഷേ കിഴങ്ങന്മാർക്ക് അപമാനമാണിവൻ. എങ്കിലും ഇവൻ ഒരു കോൺഗ്രസ്സുകാരനായ കിഴങ്ങൻ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ അവന് പെരുമാറാൻ അറിയൂ. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ കിഴങ്ങൻ എന്ന പട്ടം അവന് നൽകി നാം ഇന്ന് അവനെ ആദരിക്കുകയാണ്.